ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോം ഗ്ലൂ മലയാളം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂട്ടാനായിട്ട് നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട 10 ഫുഡ്സിനെ പറ്റിയിട്ടാണ്. ഈ 10 ഫുഡ്സ് കൊടുത്തു തുടങ്ങിയാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വെയിറ്റും ഒരാഴ്ചയിൽ തന്നെ കൂടുന്നതായിരിക്കും. ഞാൻ ഈ പറയാൻ പോകുന്ന ഫുഡ്സ് എല്ലാം ഡെയിലി ഓരോന്ന് കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. ഇനി നിങ്ങൾക്കൂടെ അങ്ങനെ പറ്റുന്നില്ല എന്നാണെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. എങ്കിൽ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 10 ഫുഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് റാഗിയാണ്. റാഗി നമുക്ക് എല്ലാവർക്കും അറിയാം. 6 മാസം സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങുന്ന ഒരു ബെസ്റ്റ് ഫുഡാണ് റാഗി എന്ന് പറയുന്നത്. റാഗിയിൽ നല്ല അളവിൽ കാൽഷ്യം, ഫൈബറും അയണും പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ എല്ലിന്റെയും പല്ലിന്റെയൊക്കെ വളർച്ചയ്ക്ക് റാഗി വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല 100 ഗ്രാം റാഗിയിൽ 344 mg കാൽഷ്യമാണ് അടങ്ങിയിരിക്കുന്നത്. അതായത് ഒരു ഗ്ലാസ് പാലിനേക്കാൾ കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ദഹനത്തെ ഇത് നന്നായി ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കുവാനും നല്ല രീതിയിൽ വെയിറ്റ് കൂടുവാനും സഹായിക്കുന്നു. റാഗിയിൽ നല്ല അളവിൽ അയൺ അടങ്ങിയിട്ടുണ്ട്. മിക്ക കുഞ്ഞുമക്കളിലും കണ്ടുവരുന്ന ഒന്നാണ് അനീമിയ, അതായത് രക്തക്കുറവ്, വിളർച്ച. റാഗി കൊടുക്കുന്നത് കൊണ്ട് അയണിന്റെ അളവ് നന്നായി ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അനീമിയ വരാതെ തടയുന്നു. റാഗി നിങ്ങൾക്ക് പുട്ടായോ ദോശയായോ മറ്റ് വിഭവങ്ങളായോ കൊടുത്തു തുടങ്ങാവുന്നതാണ്. എല്ലാ ദിവസവും റാഗി കൊടുത്താൽ അത്രയും നല്ലത്. ഇനി അല്ലാന്നാണെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ഫുഡ് എന്ന് പറയുന്നത് മുട്ടയാണ്. മുട്ട നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈ പ്രോട്ടീൻ സോഴ്സ് ആണ്. മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. ഡെയിലി 2 മുട്ട വെച്ചെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് നല്ലത്. മുട്ട കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കൂട്ടാനും കുഞ്ഞിന്റെ IQ ഡെവലപ്മെന്റ് കൂട്ടാനും സഹായിക്കുന്നു. മാത്രമല്ല ഡെയിലി 2 മുട്ട വെച്ച് കൊടുത്തു തുടങ്ങിയാൽ കുഞ്ഞുങ്ങളുടെ ഓർമ്മശക്തി കൂട്ടുവാനും കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂട്ടാനും ഇത് സഹായകരമാകും. മുട്ട നിങ്ങൾക്ക് പുഴുങ്ങി കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഓംലെറ്റ് അടിച്ച് കൊടുക്കാവുന്നതാണ്, മറ്റെന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സ്ഥിരമായി മുട്ട കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഗ്ലോ ആകാനും സഹായിക്കുന്നതായിരിക്കും. മൂന്നാമത്തേത് തൈരാണ്. തൈരിൽ പ്രോബയോട്ടിക് അടങ്ങിയിട്ടുണ്ട്, അതായത് നല്ല ബാക്ടീരിയ. മാത്രമല്ല തൈരിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ എല്ലിനും പല്ലിനും വളരെ നല്ലതാണ്. പ്രോബയോട്ടിക് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ വയറിന് നല്ലതാണ്. നല്ല രീതിയിലുള്ള ബാക്ടീരിയകൾ കുഞ്ഞുങ്ങളുടെ വയറിൽ വളരുവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ വരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഡൈജഷൻ പ്രോബ്ലം ഒന്നും വരാതെ നല്ലോണം ദഹനം നടക്കുവാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശേഷി കൂട്ടുവാനും സഹായിക്കുന്നതായിരിക്കും. തൈര് വെറുതെ കുടിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചോറിന്റെ കൂടെയൊക്കെ കൊടുക്കാവുന്നതാണ്. തൈര് കൊടുത്താലും കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂടുന്നതായിരിക്കും. നാലാമത്തെ ഫുഡ് എന്ന് പറയുന്നത് നെയ്യാണ്. നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെൽത്തി ഫാറ്റാണ് നെയ്യ്. കുഞ്ഞളവിൽ നെയ്യ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. നെയ്യ് കൊടുത്തു തുടങ്ങുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടുവാനും ബ്രെയിൻ ഡെവലപ്മെന്റ് കൂടുവാനും അതുപോലെ തന്നെ ഫാറ്റ് സോലുബിൾസും വിറ്റാമിൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട് നെയ്യിൽ. നെയ്യ് നിങ്ങൾക്ക് പഴത്തിന്റെ കൂടെയോ മറ്റു ഫുഡ്സിന്റെ കൂടെയോ കുറഞ്ഞ എമൗണ്ടിൽ കൊടുത്തു തുടങ്ങാവുന്നതാണ്. നെയ്യ് കൊടുക്കാൻ നേരം ആദ്യം കുറഞ്ഞ എമൗണ്ടിൽ കൊടുത്തു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ ഫുഡ് എന്ന് പറയുന്നത് നട്ട്സ് ആണ്. നട്ട്സ് എല്ലാവർക്കും അറിയാം, ഹൈ പ്രോട്ടീൻ ആണ് നട്ട്സിലുള്ളത്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളമുണ്ട്. നട്ട്സ് കുഞ്ഞിലോട്ട് കൊടുത്തു തുടങ്ങുന്നത് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് മനസ്സിലാക്കുവാനും പിന്നീട് അങ്ങോട്ട് കഴിക്കുവാനായിട്ടും കാരണമായേക്കാം. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നട്ട്സ് കൊടുക്കാൻ നേരത്ത് നന്നായി പൊടിച്ച് കൊടുക്കാവുന്നതാണ്. 2 വയസ്സിന് മേലോട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പല്ലൊക്കെ വന്നിട്ടുണ്ടാവും, കഴിക്കേണ്ട രീതിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ചോക്കിംഗ് റിസ്ക് കുറവായിരിക്കും. എന്നാലും നട്ട്സ് കൊടുക്കാൻ നേരത്ത് ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നട്ട്സ് നിങ്ങൾക്ക് പാലിൽ കലക്കി കൊടുക്കാവുന്നതാണ്. മറ്റു വിഭവങ്ങളുടെ കൂടെയും നട്ട്സ് പൊടിച്ച് ചേർക്കാവുന്നതാണ്. നട്ട്സ് കൊടുക്കാൻ നേരത്ത് ആദ്യത്തെ 3 ദിവസം കൊടുത്ത് അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പിന്നീട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നട്ട്സ് കൊടുക്കുന്നത് കൊണ്ടും കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂട്ടാനായിട്ട് കാരണമാകും. ആറാമത്തെ ഫുഡ് എന്ന് പറയുന്നത് ചീരയാണ്, അല്ലെങ്കിൽ മുരിങ്ങയിലേക്ക്. ഇത് നമ്മളുടെ നാട്ടിലൊക്കെ കിട്ടാവുന്ന ഒരു സാധനമാണ്. ചീരയും മുരിങ്ങയിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞിന്റെ അയണും വിറ്റമിൻ എ ഒക്കെ ലഭിക്കുവാനായിട്ട് കാരണമാകും. ഇത് കുഞ്ഞുങ്ങൾക്ക് കാഴ്ച ശക്തി കൂട്ടുവാനും വെയിറ്റ് കൂട്ടാനും ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നതായിരിക്കും. ചീരയിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം കുഞ്ഞിന്റെ എല്ലിനും പല്ലിനും വളരെ നല്ലതാണ്. മാത്രമല്ല ചീര കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞിന്റെ കാഴ്ചശക്തിയും കൂടുന്നതായിരിക്കും. ഏഴാമത്തെ ഫുഡ് എന്ന് പറയുന്നത് ബനാനയാണ്. ബനാന നമുക്ക് എല്ലാവർക്കും അറിയാം, ധാരാളം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. ബനാനയിൽ നാച്ചുറൽ സ്വീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതുമായിരിക്കും. ബനാനയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, കാർബ്സ് അടങ്ങിയിട്ടുണ്ട്, ധാരാളം എനർജിയും അടങ്ങിയിട്ടുണ്ട്. ബനാന ഡെയിലി കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് കൂട്ടാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. ബനാന നിങ്ങൾക്ക് വേവിച്ച് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബനാന കൊടുക്കാൻ നേരത്ത് കൂടെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂട്ടാനും
കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുവാനും വീണ്ടും വീണ്ടും കഴിക്കുവാനായിട്ടുള്ള കാരണമായേക്കാം. അടുത്തത് 8ാമത്തെ ഫുഡ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോയിൽ ഹൈ കലോറീസും സ്റ്റാർച്ചും അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല പൊട്ടറ്റോ കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടാനായിട്ടും സഹായിക്കുന്നതായിരിക്കും. പൊട്ടറ്റോ കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് സ്റ്റീം ചെയ്ത് മാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പൊട്ടറ്റോ നിങ്ങൾക്ക് മറ്റു കറികളുടെ കൂടെയോ ദാലിൻ്റെ കൂടെയൊക്കെ കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂട്ടാനായിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് 9ാമത്തേത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്, അതായത് മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയുന്നത്. സ്വീറ്റ് പൊട്ടറ്റോയിൽ ധാരാളം വിറ്റാമിൻ എ ഉണ്ട്, ഫൈബർ ഉണ്ട്. ഫൈബർ കുഞ്ഞുങ്ങളുടെ ദഹനത്തിന് നന്നായി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂട്ടാനായിട്ടും സ്വീറ്റ് പൊട്ടറ്റോ സഹായിക്കുന്നതായിരിക്കും. സ്വീറ്റ് പൊട്ടറ്റോയിൽ നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുവാനും കുഞ്ഞുങ്ങൾ കഴിക്കുവാനായിട്ടും ഇടയായേക്കാം. സ്വീറ്റ് പൊട്ടറ്റോയിൽ കുറച്ച് നെയ്യ് ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത് കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂട്ടാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. 10ാമത്തെ ഫുഡ് എന്ന് പറയുന്നത് പരിപ്പ് പയർ വർഗ്ഗങ്ങളാണ്. ഇതിൽ ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രോട്ടീൻസ് കുഞ്ഞിന് ലഭിക്കുവാനും കുഞ്ഞിന് ഹെൽത്തി വെയിറ്റ് കൂട്ടാനായിട്ടും ഇത് സഹായിക്കുന്നതാണ്. പരിപ്പ് നിങ്ങൾക്ക് 6 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ പരിപ്പ് നന്നായി വേവിച്ച ഒരു സൂപ്പ് പോലെ കൊടുക്കാവുന്നതാണ്. അല്ല കുറച്ചുകൂടി വലുതായ കുഞ്ഞുങ്ങളാണെങ്കിൽ കറി വെച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേവിച്ച് ചോറിൻ്റെ കൂടെയൊക്കെ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ പരിപ്പ് വിട്ട് ചോറ് കൊടുക്കാൻ നേരത്തും നിങ്ങൾക്ക് കുഞ്ഞളവിൽ നെയ്യ് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ 10 ഫുഡ്സ് ഡെയിലി കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടുന്നതും. ഈ 10 ഫുഡ്സ് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്താൽ ഉറപ്പായും നിങ്ങളുടെ കുഞ്ഞിൻ്റെ വെയിറ്റും കൂടുന്നതായിരിക്കും. ഡെയിലി കൊടുക്കാൻ പറ്റിയില്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. വീക്കിലി ഒരു 2-3 തവണയെങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇനിയും ഇതുപോലുള്ള ടിപ്സിനായി മോം ഗ്ലൂ മലയാളം ഫോളോ ചെയ്യുവാനും മറക്കരുത്.